അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാ അല്ലാഹ് തബാറക്കല്ലാ. ഈ വർഷത്തെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കൾ എല്ലാ പക്കം ഗ്രാൻഡായ രൂപത്തിൽ, നല്ല ഐതിഹാസിക രൂപത്തിലായിട്ട് നടന്നുകൊണ്ടുള്ളത്. ബൃഹത്തായ റാലിയും അതുപോലെ ഗ്രാൻഡ് മൗലിദും അതുപോലെ ഐതിഹാസികമായ മക്കളെ കാര്യക്രമം, ഇങ്ങനെല്ലാം എല്ലാറായും ചന്തായോണ്ടും എല്ലാറായും ഉഷാറായോണ്ടുണ്ട്. വർഷം പ്രതി പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കൾ വരുമ്പോഴത്തേക്കും മുസ്ലിം ലോകം ഭയങ്കരം വിഭിന്നമായ രൂപത്തിൽ കൊണ്ടാടിയോണ്ടുള്ള അതല്ലേ മോമിനീങ്ങ റസൂലുള്ളാഹിന്റെ ജന്മം തിങ്കൾ വരുമ്പോ അങ്ങക്ക് എന്തെന്നില്ലാത്ത കൊശിയായിട്ടിക്കർ വർഷം പോകുമ്പോഴത്തേക്കും നല്ല ഉഷാറായോണ്ടുണ്ട്. എല്ലാ ജമാഅത്രെയും നോക്കറു എന്തൊരു ഉഷാറായിട്ടിക്കർ മീലാദാഘോഷങ്ങൾ നടന്നുകൊണ്ടുള്ളത്. ആരെന്തേ ചൊല്ലട്ട്, എന്ത് സ്പീച്ച് വേണമെങ്കാക്കട്ട്, പക്ഷേ റസൂലുള്ളാഹിന്റെ ജന്മദിനം വരുമ്പോ മുസ്ലിം ലോകം ഒന്നടക്കം സന്തോഷിക്കരുത് കണ്ടോണ്ടുള്ള ആ ജന്മതിങ്ങൾ ബന്ധേ ചൊല്ലുമ്പോ മോമിനീങ്ങൾക്ക് സന്തോഷമായിട്ടിക്കർ. ഏതെല്ലാം രൂപത്തിൽ മോമിനീങ്ങ അള്ളാന്റെ റസൂലിനെ പ്രശംസിച്ചോണ്ടുള്ള കൊണ്ടാടിയോണ്ടുള്ള റാലി പോയിട്ടും അതുപോലെ മക്കളെ കൊണ്ട് പാടുപാടിയിട്ടും മധു ചൊല്ലു പാടിയിട്ടും നല്ല വിഭവങ്ങളായ ഭക്ഷണം കൊടുത്തിട്ടും അതുപോലെ തന്നെ റായത്തെ ചന്താക്കിയിട്ടും റസൂലുള്ളാഹിനെ കൊണ്ടാടിയിട്ടുള്ള അത് മോമിനീങ്ങൾക്ക് വേണ്ടിയത്. നിങ്ങൾ നോക്കൊരു കഴിഞ്ഞ ശനിയാഴ്ച കൃഷ്ണാപുര 7-ാം ബ്ലോക്കില് വലിയ ഗ്രാൻഡ് മൗലിദ് നടന്നിട്ട് കുറെ ആലിമീങ്ങ, കുറെ മുത്തഅല്ലിമീങ്ങ, കുറെ റായത്തങ്ങ കൂടിയിട്ട് നാണ് കണ്ടുകൊടുത്തോളം ഞങ്ങളെ ദക്ഷിണ കന്നഡ ജില്ല ഇടീ കർണാടകത്തില് അത്ര വലിയ ഗ്രാൻഡ് മൗലിദ് നടന്നിട്ട് ഇക്കലാണ്ട് കാണ്ട് വലിയ മൗലിദായിട്ട് കണ്ടോണ്ടുള്ളാർ. നിങ്ങ മൗലിദല്ല എല്ലാ പക്കം നല്ല ഗ്രാൻഡ് ആയിട്ട് നല്ല രൂപത്തില് നടന്നുകൊണ്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ വിശേഷത്തെ ചൊന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഖാദിയാരുടെ നേതൃത്വത്തില് കുറെ ആലിമീങ്ങ അതുപോലെ കുറെ മുത്തഅല്ലിമീങ്ങ കുറെ റായത്തങ്ങളെ കൂടിയിട്ട് ഒരു വലിയ ഗ്രാൻഡ് മൗലിദായിട്ട് മാഷാ അല്ലാഹ്. അത് മാത്രല്ല എത്രയോ ആയിരക്കണക്കിന് ആൾമാർക്ക് ഭക്ഷണം വിതരണം വേറെ, റാലി വേറെ, ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഭിന്നമായ രൂപത്തിലായിട്ട് മഹാനായ മുത്ത് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനത്തെ കൊണ്ടാടിയത്. അതൊക്കെ ചെലവെത്ര 25 ലക്ഷത്താണ്ട് മേല് അത്ര ചെലവാക്കിയിട്ട് നല്ല രൂപത്തിൽ ഗ്രാൻഡായ രൂപത്തിൽ കൃഷ്ണാപുര ജമാഅത്ത് കൊണ്ടാടിയോണ്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തെ ആഘോഷിച്ചിട്ട് ആ ജന്മദിനത്തെ കൊണ്ടാടുന്നതായിട്ട് ഇതെല്ലാം എല്ലാ റായത്തും ഗ്രാൻഡായിട്ട് മൗലിദും മീലാദും അതുപോലെ റാലിയും നടക്കുമ്പോ ചില ആൾമാർ ഇത് പാടില്ല, ഇത് ബിദ്അത്തായിട്ടിക്കറ്, ഇത് ഖുറാഫത്തായിട്ടിക്കറ്, ഇത് ശിർക്ക് കിർക്കണ്ട് ചൊന്നിട്ടു ചില ആൾമാർ രംഗത്ത് പണ്ടത് കാണുമ്പോ ഭയങ്കരം ബേജാറാവുന്നു. കാരണം ഇതൊരു വേറൊരു ജാത്തിന ആൾമാരല്ല, എല്ലാ ജാതി വിഭാഗത്തങ്ങ എല്ലാ ധർമ്മത്തങ്ങ മീലാദ് ആഘോഷം വരുമ്പോ ഞങ്ങളൊട്ടിക കൂട്ടുന്നതും ഞങ്ങൾക്ക് അന്നപാനീയം തണ്ടതും ഞങ്ങളൊട്ടിക സന്തോഷിക്കരുത് കണ്ടോണ്ടുണ്ട്. ബേജാറ് വേറെന്തോ അല്ലാണ്ട് ഇത് ഞങ്ങളെ പേര് വെച്ചിട്ട് മുസ്ലിമിന്റെ പേര് വെച്ചിട്ട് ഞങ്ങളെ ധർമ്മ ചൊന്നിട്ടു ഞങ്ങളെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ നേതാവുടെ ജന്മദിനങ്ങൾ വരുമ്പോ സന്തോഷമല്ല വേണ്ടത്, കൊശിയല്ല വേണ്ടത്. ಇದಕ್ಕೆ ಬದಲಾയിട്ട് റസൂലുള്ളാഹിന്റെ ജന്മതിങ്ങൾ ಬಂತ ಇಂಕ ಬಲಾತ ಬೇಜಾರ್ ഭയങ്കര ടെൻഷൻ എന്തുകൊണ്ട് കൊണ്ടാവില്ല. കാരണം നിങ്ങൾ നോക്കൂ, അമുസ്ലിമീങ്ങ പോലും ഊർത്തെ അമുസ്ലിമീങ്ങ അന്യധർമ്മത്തെ ആൾമാറ സമയത്ത് മീലാദ് ആഘോഷം വരുമ്പോ ഞങ്ങളെ മുസ്ലിമീങ്ങകളുടെ തണ്ണി തണ്ടതും പാനീയം തണ്ടതും സിഹിത്തിന്റെ തണ്ടതും നിങ്ങൾ കണ്ടോണ്ടുള്ളാറല്ലേ. എല്ലാവരും സൗഹൃദത്തോടു കൂടെ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തില് അംഗം കൂടി സന്തോഷിച്ചോണ്ടുള്ള അന്യധർമ്മത്തംഗം മുസ്ലിമീങ്ങം എല്ലാം സന്തോഷിക്കുന്ന ഈ നാളില് ഇവിടെ ബേജാറ് രണ്ട് വിഭാഗത്തുക മാത്രാണ്ട്, ഒന്ന് ശൈത്താൻ വിഭാഗത്തുകം പിന്നൊന്നു നൂതന വിഭാഗത്തുകം. ഈ രണ്ട് വിഭാഗത്തുക മാത്ര ബേജാർ. ನಾನು ഭയങ്കര അത്ഭുതമാവുടെ. കാരണം ലോകത്തെ നേതാവ് ഞങ്ങളെല്ലാം എല്ലാമായ കല്ലിലുണ്ണിയായ മുത്ത് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിനത്തിൽ കൊണ്ടാടുകൂ, ആഹ്ലാദിക്കുക, സന്തോഷിക്കുക ഭാഗ്യയില്ലാത്ത നസീബില്ലാത്ത ടീമു ചൊന്നെങ്കിൽ ഈ വിഭാഗം ഞങ്ങളെ ശരീരത്തൊട്ട് അല്ലാഹു ഞങ്ങളെ കാക്കട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാന്യ മോമിനീങ്ങളെ, റബീഉൽ അവ്വൽ തിങ്കൾ വരുമ്പോ ഞങ്ങളെ റായമെല്ലാം ചന്താവുടു,
ഞങ്ങളെ മദ്രസ ചന്താവിടു, ഞങ്ങളെ പള്ളി ചന്താവിടു, പള്ളിയിൽ നല്ല ഗ്രാൻഡ് മൗലിദ് നടക്കറ്, ഞങ്ങളെ റായത്തുള്ള ഭാരി ചന്തത്തില് മീലാദ് റാലിയും മക്കളെ പാട്ട് പ്രസംഗ ഇങ്ങനെ മക്കളെ കൊണ്ട് ഭയങ്കര ഉത്സാഹം, ഭയങ്കര ഉഷാറായിട്ട് ഫംഗ്ഷൻ നടക്കറ്. പക്ഷെ ബേജാറ് ചൊന്നെങ്കിൽ ഞങ്ങളെ ഔത്തുലു റസൂലുള്ളാരെ കൊണ്ടാടുന്ന വിഷയത്തില്, ഞങ്ങളെ ഔത്തുലു റസൂലുള്ളാരെ മതി ചൊല്ലുന്ന വിഷയത്തില് ഇന്റെ ഭാരി കൊറോടി ആയോണ്ടുണ്ട് ചൊല്ലത് വലിയൊരു ഖേദകരമായിട്ടിക്കർ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ട് ഞങ്ങളെ ഹിരിയമാർ, ഞങ്ങളെ ബാപ്പമാർ അജ്ജമാർ അങ്ങ വർഷം പ്രതി റബീഉൽ അവ്വൽ തിങ്കൾ വരുമ്പോ മൗലൂദ് നടന്നുകൊണ്ടില്ല ಅಂತ, ഞങ്ങളെ ഉത്തരം മത കീർത്തനങ്ങൾ നടന്നുകൊണ്ടില്ല ಅಂತ. ഇപ്പൊ എന്തുകൊണ്ടായിട്ടിക്കറ് മക്കങ്ങളായ ഞങ്ങൾക്ക് ബിസി ആയിപ്പോയെ, ഞങ്ങൾക്ക് എന്റെ പുരുഷത്തില്ല. മുത്ത റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാടുന്ന വിഷയത്തില് ഞങ്ങളെ ഔത്തുലു ഞങ്ങളെ ഫാമിലിയില് എന്തുകൊണ്ടായിട്ടിക്കറ് ബാക്കായി പോണ്ടത് നക്ക് കൊണ്ടായോണ്ടില്ല. ഈ വിഷയത്തില് ഭാരി ബാക്കായി ഉണ്ടുള്ള ഒരിക്കലും റസൂലുള്ളാരെ മത് ആക്കുക തീരെ, മൗലിദ് ആക്കുക തീരെ, അത് ഷിർക്കായിട്ടിക്കറ് ബിദ്അത്തായിട്ടിക്കറിട്ട് മുസ്ലിമീങ്ങാർക്ക് വിശ്വാസം ഇല്ല. ആ വിശ്വാസത്തിൽ ഒരിക്കലുമല്ല ഞങ്ങൾ ഔത്തുൽ മൗലിദും അതുപോലെ റാത്തീബ് ഓടിയായി പോയത്. അത് ഒരിക്കലുമല്ല. അങ്ങ ഒരു ഭാഗത്ത് അത് ശിർക്ക് കിർക്കിട്ട് ചൊന്നോണ്ടുള്ളാർ, അങ്ങ ചൊന്നോണ്ടുള്ളാർ. പക്ഷെ ഇവിടെ റായത്ത് ഭയങ്കര ഗ്രാൻഡില് നടന്നുകൊണ്ടുണ്ട്, ഭയങ്കര നടന്നുകൊണ്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല, ഭയങ്കര ഉഷാറായിട്ട് റായമൊട്ടാകെ നടന്നുകൊണ്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഔത്തര ഉൽഗത്തെ വിഷയം നോക്കുമ്പോ ഞങ്ങൾ ഔത്തര പടത്തിൽ ഉഷാറും, ഞങ്ങൾ ഔത്തര ഉൽഗ റസൂലുള്ളാരെ സ്മരിക്കുന്ന വിഷയത്തില് മുത്ത റസൂലുള്ളാരെ മത് ആക്കുന്ന വിഷയത്തില് ഞങ്ങൾ ഭാരി പിറവായോണ്ടുള്ള. ഇതെല്ലാം ന്യൂ ജനറേഷൻ അല്ലേ. പണ്ടത്തെ ഞങ്ങളെ ഹിരിയങ്ങ, ഞങ്ങളെ ബാപ്പമാർ അങ്ങനെ പാരമ്പര്യമായിട്ട് നല്ല നല്ല ആചാരം ഇപ്പത്തെ ഈ ജനറേഷൻക്ക് പിടിക്കില്ല. പണ്ടിൽ പിന്നമേ ഞങ്ങൾ ഔത്തിലെല്ലാം നടന്നോട്ട് വന്നേ നല്ല മൗലിദും അതുപോലെ റാത്തീബും ഇങ്ങനെ ഒരു പക്ക തെച്ചിട്ടാക്കണേ ചൊന്നെങ്കിൽ ഇപ്പത്തെ ജനറേഷൻ അതൊന്നും പിടിക്കില്ല. ഇപ്പല്ല പുതിയ മോഡലല്ലേ, അതുകൊണ്ട് എല്ലാ ദീന്റെ ഏത് വിഷയവും ഇപ്പൊ ദീനെ പുതിയ മോഡലിൽ വരുമ്പോത്തുകു പണ്ടത്തെ ഞങ്ങളെ ഹിരിയങ്ങ ആക്കിയ നല്ല നല്ല കർമ്മത്തെ ഇണ്ടത്തെ അങ്ങക്ക് പിടിക്കില്ല. അത് ഒരിക്കലും പാടില്ല. കാരണം ഇണ്ട് റസൂലുള്ളാരെ ഞങ്ങൾ കൊണ്ടാടരുത്, റസൂലുള്ളാരെ മത് ചൊല്ലത്, റസൂലുള്ളാരെ മഹബത്ത് വെക്കരുത്. ഞങ്ങൾ ബാക്കായെങ്കിൽ, ഞങ്ങൾ കൊറോടിയായെങ്കിൽ ഞങ്ങളെ മക്കളെ കാലം ആ കാലത്ത് തീരെ ഇല്ലാണ്ടായി പോയെങ്കിൽ അതിന്റെ ജവാബ്ദാരി നങ്ങായിട്ടിക്കോ. അതുകൊണ്ട് ഓരോ ഔത്തറും റസൂലുള്ളാരെ മത് നടക്കണോ, റസൂലുള്ളാരെ മത് കീർത്തനങ്ങൾ നടക്കണോ. അത് ആരെന്തേ ചൊല്ലട്ട് ഞങ്ങൾ ഒരിക്കലും നിപ്പാട്ടൊക്കെ തീരെ. കാരണം 1500ാമത്തെ വാർഷികമായിട്ടിക്കറ് ഈ വർഷത്തെ ജന്മദിനം. അതുകൊണ്ട് എല്ലാ തരത്തിലും നല്ല വിശേഷമായ ഈ ജന്മദിനത്തെ നിങ്ങളെ ഔത്തിലും കൂടി ഓരോരുത്തരും ഔത്തിലും കൂടി ഉണ്ടാവണം. വെറും റായം ചന്താക്കിട്ടും പള്ളിയിലും മദ്രസത്തിലും ഗ്രാൻഡ് ആക്കിയെങ്കിൽ മയ്യാവല. ഞങ്ങളെ ഔത്തുക റഹ്മത്തിലെ മലക്ക് വരണോ, ഞങ്ങളെ ഔത്തുൽ നല്ല ബർക്കത്ത് വേണോ, ഞങ്ങളെ ഔത്തുരങ്ങളെ കഷ്ടങ്ങൾ തീരണോ, ഞങ്ങളെ ഔത്തുൽ സീക്ക് സങ്കട്ടെല്ലാം ദൂരത്താവണോ, ഞങ്ങളെ ഔത്തുര കടങ്ങളെല്ലാം വീട്ടിൽ തീർക്കണോ, ഞങ്ങളെ ഔത്തുൽ നെമ്മതി വരണോ. ഇതെല്ലാം കരുതിയിട്ടുള്ള നല്ലൊരു മൗലിദ് മജ്‌ലിസ് ഞങ്ങളെ ഔത്തുൽ നടക്കണോ. ഒരു നിരക്കരുടെ ആൾമാരെ അല്ലെങ്കിൽ ഫാമിലിയിലെ ആൾമാര് ഒരു 4 ആളെ വിളിച്ചിട്ടെങ്കിലും ചോറ് ഭക്ഷണം റസൂലുള്ളാരെ പേരിൽ കൊടുക്കോറോ. കാരണം റസൂലുള്ള ഞങ്ങൾക്ക് പേനായിട്ട് ആ ജീവൻ ഞങ്ങൾക്ക് പേനായിട്ട് അർപ്പണാക്കിയ മഹാനായിട്ടിക്കറ് ഞങ്ങളെ ഹിദായത്തുക്ക് കാരണമായ ഞങ്ങൾക്ക് എല്ലാമായ മുത്ത് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ജന്മദിനത്തില് സന്തോഷിച്ചിട്ട് ഒരു ഔത്തുൽ മൗലിദ് ഓതിട്ട് ഒരു 4 ആൾക്കെങ്കിലും റസൂലുള്ളാരെ പേരിൽ ഭക്ഷണം സദക്കാക്കോറു. ഇത് വലിയൊരു ദാരിദ്ര്യം ഇല്ലാണ്ടാവുകം, അതുപോലെ ഔത്തര കഷ്ടങ്ങളെ തീരോകം, ഔത്തുൽ നെമ്മതി കിട്ടുകം, എല്ലാ സീക്ക് സങ്കട്ട ദൂരത്താവുകൂ. ഇതൊരു വലിയൊരു മാർഗമായിട്ടിക്കറ്. അത് ഒരിക്കലും നിപ്പാട്ടിരണ്ട പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ. നിങ്ങൾ ഔത്തുൽ നല്ലൊരു മജ്‌ലിസ്, ആത്മീയമായിട്ടുള്ള മജ്‌ലിസ് നടക്കട്ടെ. ആ ഔത്തുക റഹ്മത്തിലെ മലക്ക് വരട്ടെ, ഔത്തുൽ നെമ്മതി വരട്ടെ. റസൂലുള്ളാരെ നോട്ടം നിങ്ങളെ ഫാമിലിക്കും നിങ്ങളെ ഔത്തുകം ചെറിയട്ട്. ഇതിക്കെല്ലാം കാരണമായ ഇങ്ങനത്തെ മജ്‌ലിസ് എല്ലാം നിങ്ങൾ ഔത്തുൽ ഉണ്ടാക്കുന്ന വിഷയത്തില് ഒരിക്കലും നിങ്ങൾ ബാക്കാവണ്ട. നല്ല ഇൻട്രസ്റ്റില് നല്ല ഭയഭക്തിയില് മൗലിദാക്കറും ആരെന്തേ ചൊല്ലട്ട്. ചില ആൾമാർ ചൊല്ലാറ് അത് മൊയിലാക്കമാർ പൈസാക്കറേണ്ട്. ഓക്കെ, അള്ളാന്റെ റസൂലിന്റെ പേരില് മൗലിദാക്കിയാർ, എന്നിട്ട് ഭക്ഷണം കൊടുത്താർ, എന്നിട്ട് ആലിമീങ്ങത് ഒരു ഹദിയ കൊടുത്താർ. ഇത് പണ്ട് മുതൽക്കേ ഉള്ള വിഷയമാണ്. ആരെന്തേ ചൊല്ലട്ട്, ആരെന്തേ കീഴാക്കട്ട്, നിങ്ങാക്കടെ വിഷയം നല്ലതായിട്ടിക്കർ.
ആരെങ്കിലും ഒരു സ്വതക്കാക്കയുടെ വിഷയത്തിൽ ആ സ്വതക്കത്തെ ഇൻസൾട്ട് ആക്കിയാവണോ, അവന് ദീന്റെ ഇൻസൾട്ട് ആക്കിയവന്റെ പോലെ, അവന് ദീന്റെ ഫളിയത്ത് ആക്കിയവന്റെ പോലെ. അവനൊരിക്കലും ഉസ്താദുമാരെ ഇൻസൾട്ട് ആക്കരുതല്ല, ഒരിക്കലും നിങ്ങളെ ഇൻസൾട്ട് ആക്കരല്ല. അവന് റബ്ബുടെ ദീന്റെ ആയിട്ട് ഇൻസൾട്ട് ആക്കര്. അള്ളാന്റെ ദീനില് സ്വതക്ക ചൊല്ലിട്ട് നല്ലൊരു അമല് അവന് ഇൻസൾട്ട് ആക്കിയേക്ക് സമാനം. അവനക്ക് ഈമാൻ ഇല്ലാണ്ട് അതിനർത്ഥ. അതുകൊണ്ട് നിങ്ങാരും ടെൻഷൻ ആക്കണ്ട. അതുകൊണ്ട് നിങ്ങാരും ആ ഭാഗത്ത് കിവി കൊടുക്കാണ്ട് നല്ല നിലക്ക് റസൂലുള്ളാഹിയെ പിരിസാക്കിയിട്ട് അള്ളാന്റെ റസൂലിന്റെ മഹബത്ത് വെച്ചിട്ട് നിങ്ങളെ ഔത്തുലും നിങ്ങളെ ഫാമിലി മക്ക എല്ലാം കൂടിയിട്ട് നിങ്ങൾ ഒരു മൗലിദ് മജ്ലിസ് നിങ്ങൾ കൂടി ഉണ്ടാക്കണം. ഡെയിലി അള്ളാന്റെ റസൂലിന്റെ മദ്ഹ് നിങ്ങളെ മക്കളെ കൊണ്ട് ചൊല്ലുപാട്ടറു, നിങ്ങൾ കൂടി ആ വിഷയത്തില് മുന്നല പറു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.